ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഈ ചാനൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് Node.js കോഴ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഒരു പ്രോജക്റ്റ് നമ്മൾ കഴിഞ്ഞു, ബ്ലോഗിങ്ങിൻ്റെത്. ഇനി അടുത്ത പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ ഒരു സീരീസിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ടു ഡു ആപ്പാണ്. അപ്പോൾ ഒരു ടു ഡു ലിസ്റ്റിന്റെ ആപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ലോഗിൻ ഉണ്ടാവും, രജിസ്റ്റർ ഉണ്ടാവും. ലോഗിൻ ഓർ രജിസ്റ്റർ ചെയ്ത യൂസർ നേരെ ഡാഷ്ബോർഡിലേക്ക് പോകുന്നു. ഡാഷ്ബോർഡിലേക്ക് പോയതിനു ശേഷം ഡാഷ്ബോർഡിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, എന്റെ ടു ഡു ലിസ്റ്റ്, എന്തൊക്കെ ടു ഡു ലിസ്റ്റുകൾ എന്റെ ഉണ്ട് ആ ടു ഡു ലിസ്റ്റുകൾ കാണിച്ചു തരും. അതേപോലെ പുതിയ ടു ഡു ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും, അതേപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ബേസിക് ഇതാണ് ഫംഗ്ഷനാലിറ്റി. ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ലോഗിൻ ഓർ രജിസ്റ്റർ പേജിലേക്ക് പോകും. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടൊരു ടു ഡു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ടെക് സ്റ്റാക്ക് എന്താണെന്ന് നോക്കാം. ഇതായിരിക്കും നമ്മുടെ ടെക് സ്റ്റാക്ക്. അതായത് നമ്മൾ Express.js യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ APIs പ്രൊവൈഡ് ചെയ്യും. അതായത് റിയാക്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫ്രണ്ട് എൻഡ് ചെയ്യുന്നത്. അതേപോലെ ഡേറ്റാബേസ് എന്ന് പറയുന്നത് MongoDB ആയിരിക്കും. അപ്പോൾ എക്സ്പ്രസിൽ നിന്ന് MongoDB കണക്ട് ചെയ്തിട്ട് ഡേറ്റ, അതായത് CRUD ഓപ്പറേഷൻസ് ചെയ്യും. API വഴി ഡേറ്റ നമ്മൾ റിയാക്ടിന് കൊടുക്കും, ഫ്രണ്ട് എൻഡിന് കൊടുക്കും. അപ്പോൾ അത് വെബ്സൈറ്റിൽ, ബ്രൗസറിൽ ഡിസ്പ്ലേ ആക്കുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രോജക്ട് സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിയാക്ട് പഠിക്കാനോ MongoDB പഠിക്കാനോ അല്ല. കാരണം അത് നമ്മൾ വേറൊരു സെപ്പറേറ്റ് കംപ്ലീറ്റ് കോഴ്സായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. പക്ഷെ ഇത് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് Express.js വെച്ചിട്ട് എങ്ങനെ API ബേസ്ഡ് പ്രോജക്റ്റുകൾ ചെയ്യാം എന്നാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് എങ്ങനെയായിരുന്നു? API ബേസ്ഡ് അല്ലായിരുന്നു, ഡയറക്റ്റ് ടെംപ്ലേറ്റിംഗ് എഞ്ചിൻസ് വെച്ചിട്ടായിരുന്നു ഡയറക്റ്റ് യൂസ് ചെയ്തിരുന്നത് അല്ലേ. ഇതിന്റെ അകത്ത് നമ്മൾ API ബേസ്ഡ്, എക്സ്പ്രസിൽ എങ്ങനെ API എഴുതാം സെക്യൂർ ആയിട്ട്, ആ APIs വെച്ചിട്ട് എങ്ങനെ പ്രോജക്റ്റുകൾ ചെയ്യാം എന്നാണ് പഠിപ്പിക്കുന്നത്. ആ APIsനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രം ഫ്രണ്ട് എൻഡിൽ റിയാക്ട് യൂസ് ചെയ്തേക്കുന്നു. അതേപോലെ ഡേറ്റാബേസ് ആയിട്ട് നമ്മൾ MongoDB ജസ്റ്റ് യൂസ് ചെയ്തേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കോഴ്സിനകത്ത് ഇൻഡെപ്തിൽ React.js എന്താണോ MongoDB എന്താണോ ഈ വീഡിയോ സീരീസിൽ പറയില്ല. പക്ഷെ ഈ ഒരു വീഡിയോ സീരീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇപ്പൊ ചെയ്യാൻ പോകുന്ന പ്രോജക്ട് ടു ഡു ലിസ്റ്റ് ആപ്പോടെ പ്രോജക്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഒന്നുകിൽ റിയാക്ട് അല്ലെങ്കിൽ MongoDBയിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കംപ്ലീറ്റ്ലി അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് റിയാക്ട് എന്താണെന്ന് MongoDB എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ടെക് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് എക്സ്പ്രസിന്റെ APIs, എക്സ്പ്രസ് വെച്ചിട്ട് APIs എങ്ങനെ എഴുതാം, ആ APIs വെച്ചിട്ട് പ്രോജക്ട് എങ്ങനെ ചെയ്യാം, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.